ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ കുറേ പേര് ഫേസ് ചെയ്യുന്ന കാര്യമാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രസന്റിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, വീട്ടിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സ്, എന്തോ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു നോക്കും, ചിലപ്പോൾ അഫർമേഷൻസ് പറഞ്ഞു നോക്കും, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആ നെഗറ്റീവ് തോട്ട്സ്, ആ ഒരു നെഗറ്റീവ് എനർജി, ഒരു ഇറിറ്റേഷൻ, ദേഷ്യം വരിക, ഒരു കാരണമില്ലാതെ നമ്മൾ വീട്ടിൽ ആരോടെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുക, വഴക്ക് കൂടുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ആ പ്രസൻസ് അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ തന്നെ പലപ്പോഴും സ്വയം ചിന്തിച്ച് നോക്കി, എന്താണ് ഇങ്ങനെ, എനിക്കിനി വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ, സ്ട്രെസ് ആണോ, ഡിപ്രഷൻ ആണോ, ഇങ്ങനെയൊക്കെ പോലും നമ്മൾ ചിന്തിച്ചു പോകും. ഇതെല്ലാം ഒരു നെഗറ്റീവ് എനർജി കാരണം നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഭൂതം, പ്രേതം അങ്ങനെയല്ല. അതായത് ആരെങ്കിലുമൊക്കെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതൊരു ടെലിപ്പതി വഴി ആ ഒരു എനർജി നമ്മിലേക്ക് പാസ്സാവുകയും അത് നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യും. ഇതൊക്കെ ആ നെഗറ്റീവ് എനർജിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ റെമഡീസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, ചിലപ്പോൾ സമയം നമുക്ക് എന്തൊക്കെ ചെയ്താലും നെഗറ്റീവ് തോട്ട്സ് നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രയൊക്കെ അതിൽ നിന്ന് മാറാൻ ശ്രമിച്ചാലും അത് മാറാൻ കഴിയില്ല. ആ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള ടിപ്സ് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വയ്ക്കും. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതിലുള്ള കവറായിരിക്കാം, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ പിന്നീട് യൂസ് ആവും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മേളിൽ അവിടെ എടുത്ത് വെച്ചിരിക്കും. ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന സാധനങ്ങളും അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ അട്രാക്റ്റ് ആവാനും അവിടെ ഒരു സ്പേസ് കൊടുക്കുകയാണ് നമ്മൾ ആ സാധനങ്ങളെ വെച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള സാധനങ്ങൾ, ആവശ്യമില്ലാതെ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. 2 എന്താന്ന് വെച്ചാൽ, നമ്മുടെ വീടെല്ലാം ഈ മുക്കും മൂലയെല്ലാം അരിച്ച് പറക്കി നമ്മൾ ക്ലീൻ ചെയ്യണം. കാരണം അവിടെ ഇങ്ങനെ മാറാല പിടിച്ച്, അതുപോലെ ഈ മുക്കിലും മൂലയിൽ ഈ കതുവിൻ്റെ ഇടയിലൊക്കെ കുറേ പൊടികൾ ഇങ്ങനെ കൂടി അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ ഇതെല്ലാം നെഗറ്റീവ് എനർജി അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇതെല്ലാം റിമൂവ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു മെയിൻ പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി കൊണ്ട് ആവശ്യമില്ല ദേഷ്യം വരുന്ന, ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നെഗറ്റീവ്സ് ഇങ്ങനെ പുഷ് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നിയ ഉടനെ നിങ്ങൾ ഒരു 2 കർപ്പൂരം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും കൊളുത്താൻ, അത് ചിരാതോ എന്തെങ്കിലും എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ച് അതിനെ ഒന്ന് കൊളുത്തിയിട്ട് വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ പുക കാണിക്കുക. പുക കാണിച്ച് എല്ലാ സ്ഥലങ്ങളിലും മുക്കുമുനും കട്ടിൻ്റെ അടിയിലും എല്ലാം ഇങ്ങനെ കാണിച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ, സിറ്റൗട്ടിൻ്റെ ആ ഫ്രണ്ടിൽ വന്ന് ആ വാതിലിൻ്റെ നേരെയായിട്ട് ഫ്രണ്ടിൽ ആ പടിയിൽ കൊണ്ട് വച്ചിരിക്കുക. അങ്ങനെ ആ കർപ്പൂരം കൊളുത്തുമ്പോൾ അല്ല അതിൻ്റെ പുകയെടുത്ത് നമ്മൾ കണ്ണിലും ഒക്കെ വയ്ക്കുന്നത് നമുക്കുള്ളിലുള്ള നെഗറ്റീവ് എനർജിയും റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് ഈ കർപ്പൂരം എന്ന് പറയുന്നത്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, ഡെയിലി അവിടെ ഈ കർപ്പൂരം കൊളുത്തി നമ്മളെല്ലാം കണ്ണിൽ തൊട്ട്. അത് നമ്മുടെ ശരീരത്തിലുള്ള ആ നെഗറ്റീവ് എനർജി എല്ലാം റിമൂവ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലൊരു പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരാനും ഉടനെ സഹായിക്കും. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന റെമഡിയാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. വിചാരിക്കും ഡെയിലി ഇങ്ങനെ കർപ്പൂരം കൊളുത്തണം, കർപ്പൂരം വാങ്ങണം, പൈസ ആവും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇത് ഇത്രയും നമ്മുടെ ജീവിതത്തിലും വീട്ടിലും ഒക്കെ ഒരു സന്തോഷവും പോസിറ്റിവിറ്റിയും ഒരു സമാധാനവും ഒക്കെ കൊണ്ടുവരാൻ സഹായിക്കുക. അതുകൊണ്ട് ഈ നെഗറ്റീവിൻ്റെ ആധിക്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴെല്ലാം ഉടനെ ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്തതിന് സമയമൊന്നുമില്ല, ഏത് സമയത്തെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നോ അപ്പോഴെല്ലാം ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഡെയിലി ആ സന്ധ്യ സമയത്ത് നമുക്ക് എപ്പോഴും ഈ പ്രകൃതിയിലായാലും എപ്പോഴും ഒരു 5:30 തൊട്ട് 6:30ക്കുള്ളിൽ നിങ്ങളിത് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ആ സമയം കുറച്ചൊരു നെഗറ്റീവ് എനർജിയൊക്കെ ഈ പ്രകൃതിയിൽ ഒരു രൂപപ്പെടുന്ന സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് വിളക്ക് വെക്കണം, മന്ത്രം പറയണം എന്നൊക്കെ പറയുന്നതും പണ്ടുള്ളവരൊക്കെ ഈ മന്ത്രം പറയുന്നത്. ഫസ്റ്റ് റെമഡി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നിങ്ങൾക്ക് ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് ഒന്നും നിങ്ങളെ പുഷ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചന്ദനത്തിരി, സാമ്പ്രാണിത്തിരി എടുത്ത് കൊളുത്തി വയ്ക്കുക. അതുപോലെ നമ്മൾ ഭസ്മം ധരിക്കുന്നത്, ഇതെല്ലാം ഒരു നെഗറ്റീവ് എനർജിയിൽ കുറച്ചൊക്കെ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും. എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ഈ കർപ്പൂരം കൊളുത്തി വയ്ക്കുന്നത്. എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ട് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഭസ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ, നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുക്കളെ ഒക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ നെഗറ്റീവ് എനർജി ഒന്നും നമ്മളെ ഉള്ളിലേക്ക് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഭസ്മം. സോ അത് ഈ 2 പുരുഷങ്ങളുടെ മധ്യത്തിലായിട്ട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അത്രയും നല്ല നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ കർപ്പൂരം കൊളുത്തുക, ചന്ദനത്തിരി എന്ത് ചെയ്താലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മന്ത്രം, നിങ്ങൾക്കിപ്പോൾ ഏത് മതത്തിലായാലും അവരവർക്കെന്ന് പറഞ്ഞ് എന്തെങ്കിലും മന്ത്രമോ ആ ഭക്തി ഗാനങ്ങൾ അങ്ങനെ എന്തൊക്കെ ഇരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള മന്ത്രങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നതും നല്ലതാണ്. അത്രയും നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലോട്ട് പോവാതെ അത് നമ്മളെ തടുത്ത് നിർത്താൻ സഹായിക്കും. വേണമെങ്കിൽ നമുക്ക് സ്പീക്കറിലോ ഹോം തിയേറ്ററിലോ ഒക്കെ അങ്ങനെയുള്ള മന്ത്രങ്ങൾ, നല്ല ശക്തി വായ്ന്ന ഒരു മന്ത്രമാണ് ഓം കൃഷ്ണായ വാസുദേവായ
ഹരയേ പരമാത്മനേ പ്രണതഃ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇത് വളരെ ശക്തിവായുന്ന ഒരു മന്ത്രമാണ്. ഈ നെഗറ്റീവ് എനർജി എന്നെല്ലാം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന വളരെ ഇതിപ്പം ഇത് നമ്മുടെ മന്ത്രം ഇല്ല, അവരവരുടെ മതത്തിനനുസരിച്ച് നിങ്ങൾക്കെന്നുള്ള മന്ത്രം നിങ്ങൾ ഉരുവിടുന്നതും ഈ പ്ലേ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയെ തടുക്കാൻ നിങ്ങളെ സഹായിക്കും. നെക്സ്റ്റ് ചെയ്യാവുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് നമുക്ക് എസെൻഷ്യൽ ഓയിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിപ്പോൾ റോസ്മേരി ഉണ്ട്, റോസ് വാട്ടർ, റോസിൻ്റെതുണ്ട്, പല 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 ജാസ്മിൻ, അങ്ങനെ കുറേ എസെൻഷ്യൽ ഓയിൽ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്ന് അറിയില്ല, ഇത് ഓൺലൈൻ സെൻറ്റർ മീഷോയിലും അവിടെ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് അത്രയും നെഗറ്റീവ് തോട്ട്സ് ഒന്നും നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നു, നമുക്ക് ഇരിക്കാനേ കഴിയുന്നില്ല, വീട്ടിലായാലും അത്രയും നിങ്ങളെ പുഷ് ചെയ്യുന്നു തോന്നിയാൽ അതിനെടുത്ത് നിങ്ങൾ മണപ്പിക്കുന്നത്, അതും നമുക്ക് പെട്ടെന്ന് ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ സഹായിക്കുക. പെട്ടെന്ന് ആ ഒരു വൈബ്രേഷൻ മാറാൻ സഹായിക്കുന്നതാണ് ഈ എസെൻഷ്യൽ ഓയിൽ. ഇല്ല ഇനി നിങ്ങൾക്ക് ഒന്നും അങ്ങനത്തെ എസെൻഷ്യൽ ഓയിൽ ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സെൻറ്റൊക്കെ കിട്ടുമല്ലോ, നമുക്ക് ഇത്ര നീളമുള്ള സെൻറ്റൊക്കെ കിട്ടുമല്ലോ, അതിനെ എടുത്ത് മൂക്കിൽ ഇങ്ങനെ മണപ്പിക്കുന്നതും നിങ്ങൾക്ക് പെട്ടെന്നൊരു വൈബ്രേഷൻ, ആ ഒരു നെഗറ്റീവ് എനർജി മാറിപ്പോവാൻ നിങ്ങളെ സഹായിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഹോർമോണൽ ഇൻബാലൻസോ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ്, ഡിപ്രഷൻ അങ്ങനെയൊക്കെ മെഡിസിനോ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്കുള്ള റെമഡി അല്ല ഞാൻ പറഞ്ഞത്. ഇത് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ, വെറുതെ ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങളെ ഇങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നിങ്ങളെ എങ്ങനെ പുഷ് ചെയ്ത് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, ആവശ്യമില്ലാത്ത ഇറിറ്റേഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പുഷ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള റെമഡിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്തവർ അതിനുള്ള മെഡിസിൻ നിങ്ങൾ എടുക്കുക. ഈ നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഒരു കാരണം ഈ നെഗറ്റീവ് എനർജി തന്നെയാണ്. പക്ഷേ ഇനിയൊരു കാരണമുണ്ട്. നമ്മൾ കുറേ ചിന്തിച്ച് കൂട്ടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, സ്ട്രഗിൾസ്, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പോൾ അത്രയും ദുഃഖവും പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ ചിന്തിച്ച് കൂട്ടി ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് നമ്മുടെ മൈൻഡിൽ വെച്ചിരിക്കും. എന്നിട്ട് ആ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോയാലും ആ നെഗറ്റീവ് തോട്ട്സ് വന്ന് നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞാൽ ഇത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള, ഞാൻ എപ്പോഴും ചെയ്യുന്ന, നേരത്തെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റിൽ. എപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ സ്ട്രെസ് വരുന്നത്, എത്ര ചെയ്താലും എത്ര പറഞ്ഞാലും മാറാതിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലെൻസിങ് ലെറ്റർ. ഞാൻ ഇതിനു മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ് കേൾക്കാത്തവർക്ക് വേണ്ടി. അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു പേപ്പർ എടുക്കുക, എന്നിട്ട് നമ്മുടെ ആ വരുന്ന എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും നമ്മൾ അതേപടി ആ പേപ്പറിൽ എഴുതുക. ഒന്നും ചെയ്യണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 50 പ്രാവശ്യം പറയുന്നതിന് സമമാണ് പ്രാവശ്യം എഴുതുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനല്ല, നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ആ നെഗറ്റീവ് തോട്ട്സിനെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുകയാണ്, പോട്ടെ എന്ന് പറഞ്ഞ് ലെറ്റ് ഗോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി തീരുമ്പോഴേ നമുക്ക് അത്രയും ഒരു റിസൾട്ട് കിട്ടും. പക്ഷേ എല്ലാവരും മടിക്ക് എഴുതണം എന്ന് പറയുമ്പോൾ അത്രയും എഫക്റ്റീവാണ്. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എഴുതി തീരുമ്പോഴേ നമ്മുടെ സ്ട്രെസ്സെല്ലാം ഇങ്ങനെ ദീർഘനിശ്വാസമായിട്ട് പുറത്ത് പോയി നമ്മൾ ഫ്രീ ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ എല്ലാം നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാ നെഗറ്റീവ് തോട്ട്സും നമ്മൾ അങ്ങനെ എഴുതിയിട്ട് അതിനെ എന്നിട്ട് ലാസ്റ്റിൽ പറ്റുമെങ്കിൽ കത്തിച്ച് കളയുക. അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ അതിനെ കുനുകുനുവെ കീറിക്കളയുക. ഇതൊരു 21 ഡേയ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഈ നമ്മൾ ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കിയ ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നമുക്ക് പുറത്ത് വരാൻ പറ്റും. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറേ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മൾ കുറേ അഫർമേഷൻസ് പറയും. അയ്യോ ഇല്ല ഞാൻ ഹാപ്പി ആയിരിക്കുന്നു, ഞാൻ സന്തോഷമായിരിക്കുന്നു, ഞാൻ സമാധാനമായിരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അത്രയും നെഗറ്റീവിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അപ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടുമെങ്കിലും നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനെ ക്ലെൻസ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് ഡെയിലി കൊടുക്കുമ്പോൾ അതവിടെ പ്രോഗ്രാം ആവാൻ തുടങ്ങുകയും നമ്മൾ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. സോ ആദ്യം നമ്മൾ അതിനൊരു സ്പേസ് കൊടുക്കണം. ആൾറെഡി നിറച്ചിങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ലെറ്റ് ഗോ ആവില്ല. സോ ഫസ്റ്റ് നമുക്ക് അതിനെ ലെറ്റ് ഗോ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയും ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്നല്ല നമുക്കൊരു മോചനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.